ലോകവേദികളിൽ ഇന്ത്യയും അമേരിക്കയും പരസ്പരം കൈകൊടുത്ത് ചിരിക്കുകയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അടച്ചിട്ട മുറികൾക്കുള്ളിൽ വാഷിംഗ്ടണും ന്യൂഡൽഹിയും തമ്മിൽ വലിയൊരു ശീതയുദ്ധം നടക്കുകയാണ്. ഒമാൻ തീരത്ത് ഹോർമൂസ് കടലിടുക്കിന് സമീപം വെച്ച് പലാവു ഫ്ളാഗുള്ള വാണിജ്യ എണ്ണ ടാങ്കറായ MT സെറ്റബെല്ലോയ്ക്ക് നേരെ അമേരിക്ക നടത്തിയ മാരകമായ സൈനികാക്രമണം ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തുകൊണ്ടാണ് തങ്ങളുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിക് പങ്കാളിയോട് അമേരിക്ക ഇത്രയും വലിയ ശത്രുത കാണിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വാഷിംഗ്ടണിന്റെ ഈ പ്രതികാര നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അവരുടെ സ്വാധീനവും നിയന്ത്രണവും നഷ്ടപ്പെടുന്നു എന്നത് തന്നെയാണ്. ഇനി അമേരിക്കയെ ചോടിപ്പിച്ച ഇന്ത്യൻ നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വിദേശ ഫണ്ടഡ് ഗ്രൂപ്പുകളെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായാണ് ഇന്ത്യ കാണുന്നത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള അമേരിക്കയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ഇന്ത്യൻ ഭരണകൂടം പൂട്ടിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ദ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന US ആസ്ഥാനമായുള്ള ക്രിസ്ത്യൻ മിഷണറി സംഘടന. ഇവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ UAPA പ്രകാരം ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക നിയമങ്ങൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് വിദേശ ഡെബിറ്റ് കാർഡുകളുടെ ഒരു വലിയ ശൃംഖല വഴി ഏകദേശം 92,55,00,000 രൂപയാണ് അവർ ഇന്ത്യയിലേക്ക് ഒളിച്ചു കടത്തിയത്. ഈ പണം എങ്ങോട്ടാണ് പോയതെന്നറിയാമോ? ഛത്തീസ്ഗഡിലെ ബസ്തർ, ദാംതരി തുടങ്ങിയ തീവ്ര ഇടതുപക്ഷ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിലേക്ക്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭരണകൂടത്തിനെതിരെയുള്ള കലാപങ്ങൾക്കും ഈ പണം ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും അദൃശ്യമായ പണമൊഴുക്ക് തടയാനും ഇന്ത്യ ശ്രമിക്കുമ്പോൾ അമേരിക്കൻ സർക്കാരും അവരുടെ ലോബിയിങ് ഗ്രൂപ്പുകളും ഇന്ത്യക്കെതിരെ തിരിയുന്നു. ഇന്ത്യ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു എന്നാണ് അവരുടെ പ്രധാന ആരോപണം. ചൈനയെ നേരിടാൻ അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള ഒരു ഇന്ത്യൻ സൈന്യം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ പൂർണ്ണമായി തകർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ ഭരണകൂടത്തെ തങ്ങളുടെ വരുതിക്ക് നിർത്താൻ അവർ ആഗ്രഹിക്കുന്നു. ഇത്തരം NGOകളെ പിന്തുണയ്ക്കുന്നതിലൂടെ ഇന്ത്യക്കുള്ളിൽ ഒരു സോഫ്റ്റ് പവർ നെറ്റ്വർക്ക് നിലനിർത്തുക എന്നതാണ് വാഷിംഗ്ടണിന്റെ തന്ത്രം. സിവിൽ സൊസൈറ്റികളെ ഫണ്ട് ചെയ്യുക, അതിലൂടെ ഇന്ത്യൻ നേതൃത്വത്തെ എപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്തുക. അമേരിക്കയുടെ വലിയ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ ഇന്ത്യ തയ്യാറല്ല. സ്വത്തുക്കൾ കണ്ടുകെട്ടിയും നിയമ നടപടികൾ കടുപ്പിച്ചും ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയാണ്. ഇതൊരു ആധിപത്യത്തിന് വേണ്ടിയുള്ള കളിയാണ്. ഈ പോരാട്ടത്തിൽ ഇന്ത്യ ഒരു കാരണവശാലും പിന്നോട്ട് പോവില്ല എന്ന് ഏകദേശം ഇപ്പോൾ തന്നെ ഉറപ്പായിട്ടുണ്ട്.